നമസ്കാരം. കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലാണ് നിമിഷപ്രിയ എപ്പോഴും ജീവനോടെ കഴിയുന്നതെന്ന് വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഓർമ്മപ്പെടുത്തി. മനുഷ്യനാണ് എന്ന പരിഗണന വെച്ചുകൊണ്ട് നടത്തിയ ആ ഇടപെടൽ ലോകത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 20ാമത് എറണാകുളം ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എറണാകുളം പാലാരിവട്ടം ജനതാ ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ വർക്കിംഗ് ചെയർമാൻ സയ്യിദ് സിറ്റി ഹാഷിം തങ്ങൾ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് കൺവീനർ KSM ഷാജാൻ സഖാഫി സ്വാഗതവും പറഞ്ഞു. ജനറൽ കൺവീനർ VH അലിദാരിമി, ഫിനാൻസ് സെക്രട്ടറി അബൂബക്കർ ഹാജി, കോർഡിനേറ്റർ ശ്രീ ഐദ്രോസ് ഹാജി, ഇടത്തല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുനീർ, ഹജ്ജ് കമ്മിറ്റി അംഗം അനസ് ഹാജി, സയ്യിദ് മുക്കൈബിൽ ശിഹാബ് തങ്ങൾ, സയ്യിദ് സീദിക്കോയ ബാഫക്കി തങ്ങൾ. നമ്മൾ പള്ളിക്കരുത് ഇറങ്ങുമ്പോൾ ചോദിക്കേണ്ട സെപ്റ്റംബർ 10 പറഞ്ഞതാണ് നമ്മൾ ഇറങ്ങുമ്പോൾ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ പരിപാടിക്ക് വളരെ ശോഭ നൽകുന്നതാണ്. നല്ല പ്രഭാഷണമാണ് കഴിഞ്ഞ തവണയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഞാനവിടെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് ഭൂമിയിൽ ഇപ്പോൾ ഒരു ജീവൻ ഇപ്പോഴും നിൽക്കുന്നത്. എന്തെങ്കിലും നിമിഷപ്രിയ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. അത് തുടരട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത്രമാത്രം പ്രാധാന്യം അത്തരം മാനവികമായ ഇടപെടലിലൂടെ ഉസ്താദ് നടത്തുകയുണ്ടായി. അവിടുത്തെ പ്രശ്നം ശ്രദ്ധിച്ചവർക്കറിയാം, ജാതി, മതം, ദേശം ഒന്നും നോക്കിയിട്ടല്ല, മനുഷ്യനാണ് എന്ന് നോക്കിയിട്ടാണ് ഇടപെടുന്നത്. അത് തന്നെയാണ് ഏറ്റവും മഹനീയമായ സന്ദേശം. അത് കുറേ കൂടി നൽകാനായിട്ട് ഇത്തരം പരിപാടികൾ സഹായകരമാകട്ടെ. എല്ലാവരും കൂടി അതിഗംഭീരമായി ഈ കോൺഫറൻസ് സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ലക്ഷദ്വീപ് തല പ്രകടനത്തിന് വേണ്ടിയുള്ള സാമഗ്രികളാണ് ലക്ഷദ്വീപ് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൽ ബാരി അഗത്തി നല്ല ടീം നമ്മുടെ ഈ കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തറം.